വിവരം നമ്മൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. അവിടെ വിതുര നിവാസികൾ വന്യമൃഗങ്ങളോട് പൊരുതിയാണ് ജീവിക്കുന്നത്. 450-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ മിക്ക ദിവസവും പല വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളും ഉണ്ടാകും. 2 വർഷം മുൻപ് കാട്ടുപോത്ത് ആക്രമിച്ച ഒരാൾക്ക് ജീവൻ നഷ്ടമായിരുന്നു. വിതുരയിൽ നിന്ന് സലിം മാലിക് ചേരുന്നുണ്ട്. സലിം, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഞാനീ നിൽക്കുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വിതുര കല്ലൻകുടിയാണ്. ഈ കല്ലൻകുടി ഇവിടേക്ക് 1.5 മണിക്കൂർ സമയം തിരുവനന്തപുരം നഗരത്തിൽ നിന്നും എടുക്കും എങ്കിലേ ഇവിടേക്ക് എത്തും. നമ്മൾ സാധാരണഗതിയിൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും അധികം വന്യമൃഗങ്ങളുടെ ശല്യവും ഉപദ്രവവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം ഇതാണ്. 43 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നഗരത്തിൽ നിന്നുള്ളത്. ഇവിടെ സ്ഥിരമായി ഏതെങ്കിലും ഒരു മൃഗമല്ല, അത് വിവിധ മൃഗങ്ങളുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടിക്കഴിയുന്ന മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. 450-ലധികം കുടുംബങ്ങളാണ് ഈ വിതുരയിലെ ഈ മേഖലയിൽ മാത്രമായി ഉള്ളത്. പക്ഷേ ഇവിടെ കാട്ടുപോത്തിന്റെ ആക്രമണമുണ്ട്, അതുപോലെ തന്നെ കാട്ടാനയുടെ ആക്രമണമുണ്ട്, പന്നിയുടെയും മ്ലാവിന്റെയും കരടിയുടെയും ഒക്കെ ആക്രമണമുണ്ട്. കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപാണ് കരടി ആക്രമിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ഒരു മനുഷ്യൻ ഇവിടെ കഴിയുന്നത്. അതുപോലെ തന്നെ മാധവൻ എന്നൊരാൾ 2 വർഷം മുൻപ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതുമൊക്കെ ഇവിടെയാണ്. വലിയ ബുദ്ധിമുട്ട്. പലതവണ ഇവർ പല അധികാരികളോടും പരാതി പറഞ്ഞെങ്കിലും അതിൽ കൃത്യമായൊരു നടപടിയെടുക്കാൻ കഴിയുന്നില്ല. ചേച്ചി, ഈ എന്തൊക്കെ തരത്തിലുള്ള മൃഗങ്ങളാണ് ഇവിടെ നിങ്ങളെ ഉപദ്രവിക്കാനൊക്കെ വരുന്നത്? ആന, കാട്ടുപോത്ത്, പിന്നെ പുലി, പന്നി, മ്ലാവ്, കേഴ എന്നിവ എല്ലാം, പിന്നെ മലയണ്ണി, കുരങ്ങന്മാര്, ഇതൊന്നും ജീവിക്കാൻ ഒരു വക ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു തരത്തിലാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത്. എല്ലാ സെറ്റിൽമെന്റിലും ആന തന്നെ മനുഷ്യരുടെ വിളകൾ, അതായത് വാഴ, തെങ്ങ്, കമുക്, റബ്ബർ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നശിപ്പിച്ചു മനുഷ്യനെ ഓട്ടിച്ച സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ ഇവിടുന്ന് ആർക്കും ഇറങ്ങി പോകാൻ പറ്റാത്തൊരു സ്റ്റേജാണ്. അതുപോലെ തന്നെ അതിലുപരിയായിട്ട് കാട്ടുപോത്തിന്റെ ശല്യം എന്ന് പറയുന്നത് നേരം വെളുത്താൽ ഇരുട്ടി വെളുക്കുന്നവരെ നമ്മൾ ഓരോരുത്തരുടെയും പറമ്പിലാണ്. അതിനെ പേടിച്ച് ഇപ്പോൾ സ്കൂളിൽ പോകുന്ന തടുത്തതൊക്കാവെന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്, ട്രൈബൽ സ്കൂളാണ്. അവിടെ ഒരു 10-25 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവരെ തന്നെ രക്ഷിതാക്കൾക്ക് വിടാൻ തന്നെ ഒരു ഭയമാണ്. നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ വാർത്തകൾ വരുന്നതുമാണ്. പലരെയും ഇത്തരത്തിൽ കാട്ടുപന്നി ആക്രമിച്ചു എന്നും കരടി ആക്രമിച്ചു എന്നും. അങ്ങനെ ഈ മനുഷ്യരെ ആക്രമിക്കുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോകാറുണ്ട്. അങ്ങനെയുണ്ട്. ഈ 1.5 മാസം ആയതേ ഉള്ളൂ. ഞാൻ ഒരു ഷെഡ് കെട്ടിയാണ് ഞാൻ കിടക്കണം. എൻ്റെ മോനും 2 കൊച്ചു പിള്ളേരും, ഞങ്ങൾ 4 പേര്. അതിനകത്തൊന്ന് ദിവസം മുമ്പേ ആന ഉണ്ടായിരുന്നു, പിറക്കെ ആന ഉണ്ടായിരുന്നു. വെളിയിൽ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ ഈ കക്ഷിയെ രാത്രി 2 മണിക്ക് ഞങ്ങൾ വിളിച്ചാണ് പടക്ക് വെച്ച് വെടിപൊട്ടിച്ച് പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചു കയറി ഞങ്ങൾ തലനാരഴിക്കാണ് ഞാൻ രക്ഷപ്പെടുത്തുന്നത്. ഞാൻ ഷെഡിലാണ് കിടന്നിരുന്നത്. എൻ്റെ 2ാമത്തെ മോനും എൻ്റെ മക്കളും ആയിട്ട് കിടന്നു. ആന ഭയങ്കര ശല്യമാണ്. ആ പണയിൽ അത്രയും വാഴയുണ്ടെന്ന് അത്രയും ആന തിന്ന് തീർത്ത്. വിതുരയിലെ ജനങ്ങളും ആശങ്കയിലാണ്. പ്രശ്നപരിഹാരം വേണമെന്ന് അവരും ആവശ്യപ്പെടുന്നുണ്ട്.